നിസ്കാരശേഷം കാരണം തിരക്കുന്നതായി പറയുന്നു ഈ മകൻ എന്നെ വാഹനമാക്കലായി. അവൻ്റെ ആഗ്രഹം തീർക്കാതെ ഞാൻ ഉയരുന്നത് എനിക്കിഷ്ടമില്ലത് കൊണ്ടു തന്നാ നീണ്ടത്. ഓർത്തൊന്ന് നോക്ക് സഹോദരന്മാരെ, ഇത് അള്ളാഹുവിൻ്റെ റസൂല് മാതൃക ചെയ്തത്. ഒരു 3 കാര്യം ഇതിൽ നമുക്കുണർത്തുന്നതാ. അതിലൊന്ന് സാജിദ് റബ്ബിനോടടുക്കുന്നതാ, മറ്റൊന്ന് കുട്ടികളിൽ മയം ചെയ്യുന്നതാ, ഉമ്മത്തികൾ പഠിക്കേണ്ടതിന്നും ചെയ്തതാ. സന്താനത്തിൻ്റെ ഇടയിൽ സമത്വം സുന്ന, അത് ചുംബനം തന്നെങ്കിലും ശരി തന്ന. അതുകൊണ്ട് ഓഹരി നിന്റെ ജീവിതകാലമിൽ ചെയ്താൽ സമത്വം വേണമെല്ലാ മക്കളിൽ. ഇത് ആണ് പെണ്ണെന്നുള്ള വീക്ഷണമില്ല, മൗത്തിൻ്റെ ശേഷം ഉള്ള വിധി പോലല്ല. അറിവും മഹത്വം മറ്റു ശ്രേഷ്ഠത കൊണ്ട് സമത്വത്തിലുപരി കൊടുത്തിടാമെന്നുണ്ട്. അതുപോലെ ശല്യം മറ്റുപദ്രവം കൊണ്ട് കുറക്കുന്നതിൽ അനുവാദവും നിനക്കുണ്ട്. അതുമാത്രമല്ല, നിനക്ക് നല്ലുറപ്പുണ്ട് ദോഷത്തിലെ ചെലവാക്കലുള്ളത് കൊണ്ട്. എന്നാൽ കൊടുക്കൽ തെറ്റ് തന്നെന്നുണ്ട്. ഇതുപോലെ തുഹ്ഫത്തുൽ ഇബാദിലുമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ആയിഷ മഹദിയിൽ, അതുപോലും ഉമർ ഫാറൂഖ് പുത്രൻ ആസിമിൽ കൊടുത്തിട്ടുമുള്ളവരാണ് തുല്യതയില്ലതിൽ. ദീനിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാണ് ഈ മക്കളിൽ. ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്തിടാം, അതുകൊണ്ട് കേസില്ലെന്ന് നിയമമെടുത്തിടാം. നോക്കാം നിനക്കിത് മൻഹജിൽ കാണുന്നതാ, ഹിബത്തിൻ്റെ ബാബിൽ വ്യക്തമായി പറയുന്നതാ. മക്കളെ ശപിക്കൽ സോദരാ തെറ്റുള്ളതാ, അത് നിന്നെ നീ തന്നെങ്കിലും കേസുള്ളതാ. അതുമാത്രമല്ല, ഇത് സ്വന്തം മുതലിൽ തന്നെയും പാടില്ലൊരിക്കലുമേ ഹദീസാണൊക്കെയും. ഇതുപോലെ അബൂദാവൂദ് മുസ്ലിമിലുള്ളതാ, കൂടാതെ വേറെ ഹദീസിലും വിവരിച്ചതാ. ചോദ്യത്തിന് ഉത്തരമുള്ള സമയത്തോടിത് മുട്ടുന്ന നേരത്താണ് കൈ കടിക്കുന്നത്. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ. പിഴച്ചെന്നു കണ്ടാൽ കൈ ഉയർത്തി നീ തേടണം. അതുമാത്രമല്ല, ശരിക്ക് ഭരമേൽപ്പിക്കണം. എന്നാൽ നിനക്ക് ബലപ്പെടുന്നൊരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ.